ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജൻ വന്നിട്ട് നമ്മുടെ അതിൽ വ്ളോഗ്സിനെ പച്ചത്തെറി വിളിച്ചിരിക്കുകയാണ്. ഇന്നലെ അതിൽ വ്ളോഗ്സ് മല്ലു ഫാമിലി റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെയാണ് സുജിൻ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. സോ എന്തായാലും എന്താണ് ഇഷ്യൂ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമസ്കാരം. പ്രവീൺ കൊച്ചു റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മല്ലു ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു കേട്ടോ. അമ്മാതിരി ഞെട്ടിക്കുന്ന സംഭവങ്ങളും കൊണ്ടാണ് മല്ലു ഫാമിലി വന്നിട്ടുള്ളത്. ഇതിന്റെ ഇടയിൽ പോയിട്ട് നീ വീണ്ടും ഊക്കും വാങ്ങി കൂട്ടി നാട്ടുകാരെ വായിരിക്കണം കുറച്ചുകൂടി പള്ളും കൂടി കേട്ട് ഏറി കയറി ഇതിന്റെ ഇടയിൽ കൂടി ഒന്നുകൂടി ഏറി കയറി പോകാനുള്ള വകുപ്പാണ് മല്ലു ഫാമിലി നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നിനക്ക് പിന്നെ ഏറിൽ കയറുന്ന ഒരു കുടുംബ സ്വത്തായിട്ട് നീ കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നാട്ടുകാരെ വായിലിരിക്കുന്ന കേട്ട് അണക്കെന്ത് മൈര പണി അണക്കെന്താ പണി? അണക്ക് മറ്റോ എന്റെ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു റിംഗ് ലൈറ്റും വെച്ചിട്ട് നാട്ടിൽ അണക്കല്ല എന്റെ പണി. അല്ലാണ്ട് അണക്കെന്താ പണി അതിന്റെ മോനെ? ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അണക്കെന്താ പണി. ഇപ്പോ ഞാൻ ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് ഇവിടെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതായത് എന്നെ പറ്റിയിട്ട് എന്റെ വീഡിയോസിന്റെ അടിയിൽ കമന്റ്സ് കണ്ടു. അവരെ വീടിന്റെ അടിച്ച് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു മല്ലു ഫാമിലി പോലെ കാണിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എന്നെ പറ്റിയിട്ടുള്ള തമ്പലൈനുകള് മറ്റുള്ള ട്രോൾ ചെയ്യുന്ന ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അണക്കെന്ത് മൈര പണി അതാണ് ചോദിക്കണേ. അതുപോലെ എന്നുണ്ടെങ്കിൽ ചെപ്പശ്ശേരിക്ക് വായോ. ഞാൻ പാലക്കാട് ചെപ്പശ്ശേരിയാണ് എന്റെ വീട്. ഞാൻ ഇങ്ങോട്ട് പോയോ അണക്കെന്താ പണി. ഇപ്പൊ ഞാൻ 6 വർഷമായി ഇപ്പൊ യൂട്യൂബിൽ 1700 1500ഓളം ഞാൻ വീഡിയോസ് ഇതിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതുവരെയ്ക്കും ഞാൻ മറ്റവരെ വിറ്റിട്ടല്ല ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഞാൻ എന്റെ അടുക്കള കാര്യട്ടോ എന്റെ വീടിന്റെ ഉള്ളത്തെ കാര്യട്ടോ ഒന്നും വിഷയമല്ല. ഞാൻ എന്നെ പറ്റിയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുള്ളൂ. അണക്കെന്താ പണി? മറ്റവന്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഇച്ചിരി സംസാരിക്കലാണ് അണക്ക് പണി. അണക്ക് വേറെന്താ പണി? അണിഞ്ഞാജിക്ക് എന്താ പണി? ഈ അവിടെയും ഇവിടെ ഇരുന്നിട്ട് അത് മറ്റോ റിംഗ് ലൈറ്റും വെച്ചിരുന്നിട്ട് മറ്റോനെ പറ്റി കുറ്റം പറയുക, അല്ലെങ്കിൽ നാട്ടുകാരെ നാളെ എന്താണ് ഉണ്ടാക്കണം എന്നുള്ളത് നോക്കിയിരിക്കുക. അതല്ല എന്റെ പണി. അനക്ക് വേറെ എന്താ പണി? ഈ സ്വന്തമായിട്ട് എന്ത് കിണ്ടിലെ മറ്റേ കണ്ടന്റ് ഉണ്ടാക്കുന്നത് വരെ ഈ ഒരു ഉണ്ടാക്കിയൊരു വീഡിയോ കാണിച്ചെടുക്കുക. ഞാൻ പ്രൊഫൈൽ കയറി നോക്കിയല്ലോ, ഫുള്ള് മറ്റവരെ പറ്റി കുറ്റം പറയുന്നത് മാത്രമേ എന്റെ വീഡിയോ ഉള്ളൂ. അല്ലാണ്ട് മറ്റേ എന്താ പണി? സോ നമ്മുടെ റിയാക്ഷൻ ചാനൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് നിങ്ങൾ ഫോൺ കണ്ടന്റ് ഒന്നും ഇല്ല, നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ കണ്ടന്റ് എടുത്ത് സംസാരിക്കുക എന്നുള്ളത്. സോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് റിയാക്ഷൻ ചാനൽ എന്ന് അറിയാത്തത് കൊണ്ടാണ്. സോ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ സംസാരിക്കുന്നതിന് മുന്നേ ഒരു തവണയെങ്കിലും വാട്ട് ഈസ് റിയാക്ഷൻ ചാനൽ എന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് വന്നതിന് ശേഷം സംസാരിക്കാം. യൂട്യൂബിൽ പലതരത്തിലുള്ള കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ട്, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ നിങ്ങൾ ന്യൂസ് ചാനൽസ് ഒക്കെ കാണാറില്ലേ? ഈ ന്യൂസ് ചാനൽസ് ഒക്കെ അവർ തന്നെ ന്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടാണോ അവരുടെ ചാനലിലൂടെ ഇത് കാണിക്കുന്നത്? ന്യൂസ് ചാനൽസ് ഒക്കെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പല പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് അവർ റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇപ്പം നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിനെ കുറിച്ച് അവർ ഇങ്ങനെ സൊസൈറ്റിയിൽ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ന്യൂസ് ചാനലുകാർ ആളെ വിട്ട് ഏതെങ്കിലും ഒരാളെ പോയി കൊന്നതിന് ശേഷം അവർ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുകയല്ലല്ലോ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെയാണ് ഈ റിയാക്ഷൻ ചാനൽ വർക്ക് ചെയ്യുന്നത്. സൊസൈറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. സോ അത്തരം ചാനലാണ് റിയാക്ഷൻ ചാനൽ. അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ പാട് കണ്ടോ? ഇത് മറ്റേ 2 ദിവസം മുന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ കമന്റ്സ് കുറെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ തന്നെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവുന്നു ഇതിനെ പറ്റിയിട്ട്. ഇത് പൊന്നൂസ് കടിച്ചാണ്. അയ്യേ പൊന്നൂസ് കടിച്ചാ ആ പെണ്ണിനെ അവിടെ കടിക്കുന്നു. പിന്നെ എന്റെ തന്ത വന്നിട്ട് എനിക്ക് 2 കുട്ടി ഉണ്ടാക്കി തന്നത് ആണോ? അല്ല ഞാൻ ചോദിക്കണേ കാരണം ചോദിക്കണേ ആണോ? സുജിൻ ഇപ്പോൾ അതിനെ തെറിവിളിക്കാനുണ്ടായ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം കഴിഞ്ഞ ദിവസം സുജിൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രവീണായ ഒരു ഇഷ്യൂ ഇപ്പം ഭയങ്കര കത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ഇഷ്യൂനെ കുറിച്ചിട്ട് നമ്മുടെ സുജിൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ സുജിൻ ഇവിടെ ഒരു ബർത്ത് മാർക്ക് ഉണ്ടായിരുന്നു. സോ ആ ഒരു ബർത്ത് മാർക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ബർത്ത് മാർക്ക് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്താണ് ഇവിടെ സംഭവിച്ചത്, നമ്മുടെ സുജിന്റെ വൈഫായിട്ടുള്ള പൊന്നൂസ് എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ കളിയാക്കി സുജിൻ്റെ അടുത്ത് ചോദിച്ചു എന്നാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിനെക്കുറിച്ച് ആ ഒരു വീഡിയോയിൽ സുജിൻ കുറച്ച് നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് അതിൽ ഈ ഒരു രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അതിൽ റിയാക്ട് ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അതിൽ ഇത്തരം കാര്യങ്ങൾ എടുത്ത് സംസാരിക്കേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും സുജിന് മാന്യമായ രീതിയിൽ അതിന് റിപ്ലൈ കൊടുക്കായിരുന്നു. അതിലിങ്ങനെ കളിയാക്കിയതിന് നിങ്ങൾക്ക് ഓഫ്കോഴ്സ് തിരിച്ച് സംസാരിക്കാം, പക്ഷെ ഇതുപോലെ തെറി വിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. മാന്യമായിട്ടുള്ള ഒരു ഭാഷയിൽ അതിൻ്റെ അടുത്ത് പറയാമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്റെ കണ്ണട അവിടെ കെട്ടി വെക്കി. ഇതെന്താ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണേ? കെട്ടി വെക്കുക അവിടെ കുറെ നേരം അങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ അവനോ അല്ലെങ്കിൽ അവന്റെ മുഖം ചെരിഞ്ഞിട്ടാണ് ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതുലിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സോ
ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരു ഉറപ്പില്ല നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. നമ്മുടെ ലൈഫിന് പോലും യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത ആൾക്കാരാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത്. നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഇന്ന് പ്രൊഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. സോ നമ്മുടെ സൗന്ദര്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഒന്നിനും ജീവനും സ്വത്തിനും ഒന്നിനും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ആൾക്കാരാണ്. പിന്നെ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ഒരു കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കുക, അല്ലാതെ അദ്ദേഹത്തെ ബോഡി ഷെയിം ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾ പറയുന്ന കാര്യം ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് ഇത്രയും നെഗറ്റീവ്സ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ ആക്ടുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ പാവങ്ങളെയാണ് നിങ്ങൾ പറ്റിച്ചത്. വിഷു കൈനീട്ടം ഡബിളാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകളെ നിങ്ങൾ പറ്റിച്ചിട്ടുണ്ട്. ഒരുപാട് മണി നഷ്ടപ്പെടുന്ന ആപ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ കാരണമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ള പ്രശ്നം ചിലപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും. ബട്ട് നിങ്ങൾ യൂസ് ചെയ്ത തമ്മിൽ നിങ്ങളെ ഭാര്യയ്ക്ക് പോലും അവിഹിതമുണ്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ തമ്മിൽ യൂസ് ചെയ്തിട്ടുണ്ടാകുന്നത്. വ്യൂസ് കിട്ടാൻ വേണ്ടി സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം എന്ന് പോലും പറയുക എന്ന് പറഞ്ഞത് എത്ര ചീപ്പായിട്ടുള്ള കാര്യമാണ്. അത്തരമൊരു കാര്യം ചെയ്തിട്ടുള്ള ആളാണ് നിങ്ങൾ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ വിമർശിക്കുക തന്നെ ചെയ്യും. പിന്നെ എത്രയോ ആളുകൾ നിങ്ങളുടെ ആ ഒരു ഇഷ്യൂ സമയത്ത് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെ ആളുകൾക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ ദാരിദ്ര്യം, പൈസ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എല്ലാ പ്രശ്നമുള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങളെല്ലാവരും. അതായത് ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ നീ നിന്നെ പറയണം, ബാക്കിയുള്ളവർക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. നിനക്ക് നാട്ടുകാരെ പറ്റിച്ച് നല്ലവണ്ണം നീ മറ്റേ ബെറ്റിംഗ് പ്രൊമോട്ട് ചെയ്ത് നീ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതിന്റെ മെടുക്കടമായിര ഞാൻ പ്രൊമോട്ട് ചെയ്യും, ഇതാക്കി ഇഷ്ടമുള്ളൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ കേസും കൂട്ടം വന്നാൽ അത് നോക്കാൻ എന്റെ കയ്യിൽ പൈസ ഒന്ന് കൂട്ടിക്കും. ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ട് ഭയങ്കര പ്രൗഡായിട്ടാണ് സുജൻ സംസാരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ വീഡിയോസ് കാണുന്നില്ലേ? ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട്. ഇവർക്കൊക്കെ എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത്? കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്ത് ഇല്ലീഗൽ ആക്ടിവിറ്റീസും ചെയ്യാമെന്നാണോ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ എന്ത് ക്രൈമും എന്ത് ഇല്ലീഗൽ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ചെയ്യാന്നുള്ളൊരു മെസ്സേജ് അല്ലേ നിങ്ങൾ പറയാതെ പറയുന്നത്? സോ നിങ്ങളെപ്പോലെയുള്ള ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസസ് ഒരുപാട് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു തലമുറ, നിങ്ങളെപ്പോലെയുള്ള ആളുകളെ കണ്ടിട്ടാണ് ഇത്ര ഒരു തലമുറ വളർന്നു വരുന്നത്. നിങ്ങളെപ്പോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസസിനെ കണ്ടു പഠിച്ചിട്ട് ഇന്നത്തെ കുട്ടികൾക്ക് മോറലി റൈറ്റ് ഏതാണ് ഓർ ലീഗലി റൈറ്റ് ഏതാണ് റോങ് ഏതാണ് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുല പാടിനെ കുറിച്ച് റിയാക്ട് ചെയ്തത് പേഴ്സണലി എനിക്ക് യോജിപ്പില്ലെങ്കിൽ കൂടിയും അതുൽ അവിടെ മാന്യമായ ഭാഷയിലാണ് നിങ്ങളെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് അതുലിന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിരിക്കുന്നത്? എന്ത് ഭാഷയാണ് നിങ്ങൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? നിങ്ങളെ കാണുന്ന എത്രയോ കുട്ടികളുണ്ടല്ലേ? നിങ്ങളുടെ വീഡിയോയിൽ കുട്ടികൾ ഇത് കാണണ്ടെന്ന് പറഞ്ഞാൽ കൂടുതലും കുട്ടികളായിരിക്കും അത് കാണുന്നുണ്ടാവുക. സോ അവർക്ക് എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങളുടെ കൾച്ചറാണ് നിങ്ങൾ അവിടെ കാണിക്കുന്നത്. പുറത്തുള്ള കുട്ടികൾ പോട്ടെ, നിങ്ങളെ വീട്ടിൽ 2 കുട്ടികൾ വളർന്നു വരുന്നില്ലേ? അവർ കേൾക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ലാംഗ്വേജസ് ആയിരിക്കില്ലേ? അവർ നാളെ വളർന്നു വരുമ്പോൾ അച്ഛനെ കണ്ടാ പഠിക്കുന്നത്. അച്ഛൻ യൂസ് ചെയ്ത ലാംഗ്വേജസ് ഒക്കെ മക്കളും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നിങ്ങളടുത്ത് ആ കുഞ്ഞ് നാളെ വളർന്നു വരുമ്പോൾ ഇങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത് ആലോചിച്ച് നോക്കുക. സുജിന്റെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നറിയാം. സോ ഇവരുടെ ചാനൽ കാണുന്ന കുട്ടികളെ അല്ലെങ്കിൽ കുട്ടികളുടെ പാരന്റ്സ് ശ്രദ്ധിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.